യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യോഹന്നാൻ 19 അധ്യായം 26 27 വാക്യങ്ങൾ. യേശു കാൽവരിക്രൂശിൽ കിടന്നുകൊണ്ട് അതിതീവ്രമായ വേദനകൾ സഹിക്കുകയാണ്. ആ സമയത്തും യേശുവിൻ്റെ ശ്രദ്ധ തൻ്റെ വേദനയിലും കഷ്ടതയിലും അല്ലായിരുന്നു. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ യേശു ശ്രമിച്ചു. തൻ്റെ മുമ്പിൽ അതിദുഃഖിതയായി നിൽക്കുന്ന സ്വന്തം അമ്മയെ യേശു കണ്ടു. കൂടാതെ കഴിഞ്ഞ 3.5 വർഷക്കാലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യഗണത്തെയും കണ്ടു. യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത് യോഹന്നാനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വന്തം അമ്മയെയും താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെയും ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് യേശു ഉച്ചരിച്ചത്. വേദനയുടെ നടുവിലും യേശു തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നില്ല. സ്വന്തം അമ്മയെക്കുറിച്ചുള്ള യേശുവിൻ്റെ കരുതലും സ്നേഹവും തൻ്റെ അന്ത്യനിമിഷങ്ങളിലും യേശു പ്രകടമാക്കി. നമ്മുടെ വേദനകളുടെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ടോ? ഇവിടെ യേശുവിൻ്റെ കുരിശിൽ മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുള്ള യാഗം മാത്രമല്ല നടക്കുന്നത്, ബന്ധങ്ങളുടെ ശക്തീകരണവും ഉറപ്പിക്കലും സാധ്യമാകുന്നു. പുതിയ ബന്ധങ്ങളും കുടുംബവും ഇവിടെ രൂപാന്തരപ്പെടുന്നു. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഈ വാക്കുകളിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് യേശു പുതിയ അർത്ഥവും മാനവും നൽകുന്നു. രക്തബന്ധങ്ങളെക്കാൾ സ്നേഹത്തിലും വിശ്വാസത്തിലും ഉത്തരവാദിത്വ നിർവഹണത്തിലും നിലനിൽക്കുന്ന ബന്ധങ്ങളാണ് ശ്രേഷ്ഠമായത്. യേശു ഒരു ആത്മീയ കുടുംബത്തെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഇത് നമ്മെ ഓർപ്പിക്കുന്നത്, നാം പരസ്പരം ഒരു കുടുംബം എന്ന പോലെ ജാതി, മത, വർണ്ണ, വർഗ വിഭാഗീയതകൾക്ക് അതീതമായി പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കടംപെട്ടവരാണ് എന്നുള്ളതാണ്. യേശുവിൻ്റെ വാക്കുകൾ കേട്ട തൻ്റെ അരുമ ശിഷ്യൻ മറിയയെ സ്വന്തം വീട്ടിലേക്ക് ചേർത്ത് കൊള്ളുന്നു. ഇത് ഒരു ആതിഥേയത്വം എന്നതിനേക്കാൾ കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസരണമായിരുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്നത് പേരിന് വേണ്ടിയുള്ളതല്ല, പരസ്പരം കരുതുവാനും ഉൾക്കൊള്ളുവാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുമുള്ള ഒരു വിളിയാണ്. ദൈവം നമ്മുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? ആർക്കാണ് നമ്മുടെ സഹായവും സാന്നിധ്യവും സ്നേഹവും ആവശ്യമായിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നാം സ്വയം ചോദിക്കുകയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കരങ്ങൾ അവർക്കായി നീട്ടുകയും ചെയ്യാം. യോഹന്നാൻ 19 അധ്യായം 26-27 വാക്യങ്ങളിൽ ഒരു മാതൃകാ ക്രിസ്തീയ സഭയുടെ ചിത്രമാണ് നാം ദർശിക്കുന്നത്. ദുഃഖത്തിലും നിരാശയിലും ആവശ്യഭാരങ്ങളിലും കഴിയുന്നവർ ക്രിസ്തുവിൽ ഒത്തുചേരുകയും പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ക്രിസ്തീയ സഭ എന്നത് സ്വയത്തിന് വേണ്ടി ജീവിക്കുവാനും നിലകൊള്ളുവാനുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സമൂഹമാണ്. കഷ്ടതയുടെയും വേദനയുടെയും മധ്യത്തിലും നഷ്ടപ്പെടാത്ത സ്നേഹത്തിൻ്റെ മാതൃക കാൽവരി ക്രൂശിലെ യേശുവിൻ്റെ 3-ാമത്തെ മൊഴിയിലൂടെ നൽകപ്പെടുന്നു. ഇത് പുതിയ ബന്ധങ്ങളുടെ സൃഷ്ടിക്കും ശക്തീകരണത്തിനും കാരണമാകുന്നു. വിഭാഗീയതയുടെയും വിഘടനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെയും വക്താക്കളാകുവാൻ യേശു നമ്മെ വിളിക്കുന്നു. സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും മറ്റുള്ളവരെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും കരുതുവാനും ഏകാന്തതയിലും ഒറ്റപ്പെടലും കഴിയുന്നവരെയും ചേർത്തുകൊണ്ട് ഒരു പുതിയ സമൂഹമായി തീരുവാനും ക്രിസ്തീയ സഭയ്ക്കും സമൂഹത്തിനും കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.